എല്ലാവർക്കും നമസ്കാരം. കൃത്യ മലയാളത്തിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ആദ്യാരെ കുറിച്ച് പഠിച്ചു, കുമാരനാശാനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം കുമാരനാശാന്റെ വീണഭൂമിനെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ഇന്ന് നളിനിയെ കുറിച്ചാണ്, നളിനി എന്ന കാവ്യത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ ആദ്യത്തെ 2 വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കാണുക. എന്നിട്ട് ഈ ക്ലാസ്സിലേക്ക് കടക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ കറക്റ്റായി, വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആശാനെ കുറിച്ച് പറഞ്ഞു, വീണഭൂമിനെ കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ എടുത്തു. ഇനി അടുത്തത് നമ്മള് ആശാന്റെ പ്രധാനപ്പെട്ട കൃതിയായ നളിനിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ വർഷത്തിലേക്ക് വരികയാണെങ്കിൽ 1907 വീണഭൂവ് എന്ന് നമ്മൾ പറഞ്ഞു, മിതവാദിയെ കുറിച്ച് പറഞ്ഞു, ഭാഷാഭൂഷണിയെ കുറിച്ചൊക്കെ പറഞ്ഞു. കൂടാതെ ഒരു കവി അദ്ദേഹത്തിന്റെ ജീവിതത്തെ, കാവ്യ ജീവിതത്തെ ആകെ ഒരു ബിംബമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആശാനും വീണഭൂവുമായിരുന്നത് എം.എൻ. രാജനടക്കമുള്ള നിരൂപകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോ വീണഭൂവിനെ കുറിച്ച്, വീണഭൂവിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അതിന്റെ ആശയത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് പറയാനുണ്ട് വീണഭൂവിനെ കുറിച്ച്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തതിനാൽ നളിനിയിലേക്ക് കടക്കാം. 1911 പ്രസിദ്ധീകരിച്ചത് നളിനി ദിവാകരൻ എന്നീ 2 പേര് നമ്മൾ ശ്രദ്ധിക്കാം. നളിനിക്ക് ശേഷം നമ്മൾ ലീലയെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുക. അപ്പോ പലപ്പോഴും പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, കഥാപാത്രങ്ങളുടെ പേര് വരുമ്പോ നളിനിയും ദിവാകരനുമാണോ, നളിനിയും മദനനുമാണോ എന്നൊക്കെ സംശയങ്ങൾ വരാറുണ്ട്. അപ്പൊ ഉറപ്പിച്ചു വെക്കുക, നളിനിയിലെ കഥാപാത്രങ്ങള് നളിനിയും ദിവാകരനുമാണ്. നളിനിയും ലീല എന്ന കാവ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, നളിനി 1911, നളിനി, ദിവാകരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു സ്നേഹം എന്ന് കൂടി പേരുള്ള ആശാന്റെ കാവ്യമാണ് നളിനി. ഒരു സ്നേഹം മുമ്പ് സ്ഥിരം പല പരീക്ഷകൾക്കും ഒക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, ഒരു സ്നേഹം എന്ന് കൂടി പേരുള്ള ആശാന്റെ കൃതി ഏതാണ്? ഉത്തരം നളിനിയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ആ ചോദ്യം അധികം കണ്ടിട്ടില്ല, പക്ഷെ നമ്മളത് പാടെ ഉപേക്ഷിക്കരുത്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 173 ശ്ലോകങ്ങളിലായിട്ടാണ് നളിനി രചിച്ചിട്ടുള്ളത്. അത് മിക്ക ശ്ലോകങ്ങളിലെയും വൃത്തം രഥോദത്തമാണ്. അവതാരിക എഴുതിയത് A.R. രാജരാജവർമ്മയാണ്. ഒരു കാലത്ത് എല്ലാ പരീക്ഷാ പേപ്പറിലും കണ്ട ഒരു ചോദ്യമായിരുന്നു, നളിനിയുടെ അവതാരിക എഴുതിയത് A.R. രാജരാജവർമ്മ. ഇപ്പൊ തന്നെ ഉറപ്പിച്ചു വെക്കുക, എന്നിട്ട് അടുത്ത സെക്കൻഡിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് പോവുക. ഇപ്പൊ തന്നെ ഉറപ്പിക്കുക, നളിനി അവതാരിക A.R. രാജരാജവർമ്മ. ഗതാനുഗതികത്വത്തെക്കാൾ നവനവോല്ലേഖ കൽപ്പനകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളത്തിലെ ഒരു പുതിയ കാവ്യപ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ കാവ്യം എന്നൊക്കെ പറഞ്ഞ് ഈ നളിനിയുടെ അവതാരികയിൽ നമ്മുടെ A.R. രാജരാജവർമ്മ ഈ കൃതിയെ നമുക്ക് പരിചയപ്പെടുത്തരുന്നുണ്ട്. അപ്പോ ഈ കാര്യങ്ങള് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഒന്നും നിങ്ങള് ഒഴിവാക്കി പോകരുത്. ഇനി നളിനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. ദിവാകരന് സന്യാസത്തോടായിരുന്നു താല്പര്യം. അങ്ങനെ ദിവാകരൻ ഒരു സന്യാസിയായിരുന്നു, നാടുപേക്ഷിച്ച് പോകുന്നു. പിന്നീട് ഇവർ കണ്ടുമുട്ടുന്നു. നളിനി ഒരു പ്രത്യേക വളരെ ആകർഷകമായ ഒരു ദിവസം ദിവാകരനെ കാണുകയും തുടർന്നുള്ള കാര്യങ്ങളാണ് നളിനിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അതിലെ പ്രധാനപ്പെട്ട വരികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ വീണഭൂമി പഠിക്കുമ്പോ നമ്മളെ പ്രധാനപ്പെട്ട വരികൾ, പ്രത്യേകിച്ച് ആദ്യത്തെയും അവസാനത്തെയും വരികൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെയും പ്രധാനപ്പെട്ട വരികൾ ശ്രദ്ധിക്കണം. നല്ല ഹൈമവത പൂവിൽ എന്ന് പറഞ്ഞാണ് നളിനി എന്ന കാവ്യം ആരംഭിക്കുന്നത്. ആദ്യ വരി ശ്രദ്ധിക്കുക. നല്ല ഹൈമവത പൂവിൽ ഏറെയായി കൊല്ലം അങ്ങൊരു വിഭാത വേളയിൽ എന്ന് കേട്ടാൽ അപ്പൊ മനസ്സിൽ ഓർമ്മ വരണം നളിനി, കുമാരനാശാനെന്ന് ഓർമ്മ വരണം. പിന്നീട് പല പരീക്ഷകൾക്കും ചോദിച്ച ഒരു വരി, ഇത് നളിനിയിലേതാണ്. തന്നതില്ല പരനുണ്ട് കാട്ടുവാനൊന്നുമേ നരനെ ഉപായമീശ്വരൻ. ഈ വരിയും നളിനിയിലേതാണ്. പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്, ഇത് ചിന്താവിഷ്ടയായ സീതയിലെ വരിയാണോ എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത് നളിനിയിലെ വരിയാണ്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനെ ഉപായമീശ്വരൻ. ശ്രദ്ധിക്കുക, ഉറപ്പിച്ചു പോവുക. അടുത്തത് ഇതിലെ അവസാന വരിയോ നിങ്ങൾ ഒന്ന്
ഇതിലെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾ എല്ലാവരെയും കാണാപ്പാഠം പഠിക്കണമെന്ന് ഒരിക്കലും ടീച്ചർ പറയില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചില വരികൾ കാണുമ്പോൾ ഇത് ഇന്ന കൃതിയിലേതാണ്, ഇന്ന വരി ഇന്ന കവി എഴുതിയതാണ് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മളെ നളിനിയിലെ പ്രധാന കാര്യങ്ങള് ആദ്യ വരി അവസാന വരി പിന്നെ പലപ്പോഴും ചോദിച്ചിട്ടില്ല ഈ തന്നതില്ല പരനുള്ളു കാട്ടുവാൻ എന്ന വരി, ഇതിന്റെ അവതാരിക, അതിലെ പ്രധാന കാര്യങ്ങള്, വൃത്തം, ശ്ലോകങ്ങളുടെ എണ്ണമൊക്കെ നിങ്ങള് ഇപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ പഠിച്ച നളിനിയെ കുറിച്ച് പഠിച്ച കാര്യങ്ങള് ഒന്ന് മനസ്സില് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ഇനി ലീലയിലേക്ക് കടക്കാം. ഈ നളിനിയും ഒരേ ക്ലാസ്സിൽ പറയാൻ തന്നെ കാരണം പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രണ്ട് കാര്യങ്ങളാണ് നളിനിയും ലീലയും. ഇതിവൃത്തമായാലും കഥാപാത്രങ്ങളുടെ പേരായാലും പ്രസിദ്ധീകരിച്ച വർഷമായാലും ഒക്കെ പലപ്പോഴും നളിനിയും ലീലയും അങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അതിനി നിങ്ങൾ ആ ഒരു തെറ്റ്, ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. നളിനിയെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. നളിനിയെ കുറിച്ച് ചോദിച്ചാൽ ഏത് സമയത്തും പറയാൻ നമ്മൾ തയ്യാറാണ്. ഇനി അടുത്തത് 1914 ലീലയിലേക്ക് നമുക്ക് കടക്കാം. ലൈല മജ്നു എന്ന കൃതിയുടെ ഇതിവൃത്തവുമായി ലീല എന്ന ആശാന്റെ കാവ്യത്തിന് ബന്ധമുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ നളിനിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള് നളിനി ദിവാകരനുമാണെന്ന് പറഞ്ഞു. ലീലയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണ്? പറഞ്ഞോളൂ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ടാവും. ലീലയും മദനനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇതിലെ പ്രധാന വരിയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കാണാപ്പാഠം പഠിക്കുകയല്ല, പക്ഷെ ഏകദേശം കൃതിയെ വരിയാണ്, ലീലയിലെ വരിയാണ്, ആദ്യ ഭാഗമാണെന്ന് ഒന്ന് മനസ്സിലാക്കി ഇതിലേതെങ്കിലും പ്രധാനപ്പെട്ട വാക്കും മറ്റും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രണയപരവശേ എന്ന് തുടങ്ങുന്നു. അവസാന വരി ശേഷം ആ ഒരു വരിയും ശ്രദ്ധിച്ച് വെക്കുക. അപ്പോ നളിനിയുമായി ലീലയുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന പല പരീക്ഷകൾക്കും വന്ന ചോദ്യമാണ് ആശാന്റെ ലീല ഭദ്രകാളിയാണെന്ന് അഭിപ്രായപ്പെട്ടതായി. അത് പലപ്പോഴും കൺഫ്യൂഷനാക്കി വെച്ച ചോദ്യമാണ്. ആദ്യം അത് പറഞ്ഞത് വള്ളത്തോളും പിന്നീട് മാരാറും അത് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ആശാനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ആശാന്റെ കൃതികളുടെ വർഷവും പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്തൊക്കെ നോക്കി? വീണഭൂമിനെ കുറിച്ച് വിശദമായി പഠിച്ചു. അതിനുശേഷം നളിനിയും ലീലയും പഠിച്ചു. പ്രധാനപ്പെട്ട വരികൾ പഠിച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ ആശാന്റെ മറ്റു കൃതികളെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ 3 ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ നന്നായി റിവൈസ് ചെയ്യുക. ആദ്യം മുതലേ ഒന്നുകൂടി കേട്ട് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ടൊക്കെ എഴുതി വളരെ റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക. മലയാളം പഠിക്കുന്ന, മലയാളം ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുക. താങ്ക് യു.